നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരള പോലീസിന്റെ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ്. അതായത് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ എന്തെങ്കിലും സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. എല്ലാവരുടെ മൊബൈലിലും നിർബന്ധമായും ഇൻസ്റ്റാൾ ചെയ്ത് വെക്കേണ്ട ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് ഇത്. നിങ്ങൾ എവിടെയെങ്കിലും കുടുങ്ങി കിടക്കുകയാണെങ്കിൽ, ഏതെങ്കിലും സ്ഥലത്ത് പോയി നിങ്ങൾക്ക് സ്ഥലമൊന്നും അറിയില്ല, പക്ഷെ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഏതാണ് എന്നുള്ളത് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ കാണിച്ചു തരും. എവിടെയാണെങ്കിലും നിങ്ങൾക്ക് അവിടുത്തെ പോലീസ് സ്റ്റേഷൻ കണ്ടെത്താനൊക്കെ നിഷ്പ്രയാസം കഴിയുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതായത് പെട്ടെന്ന് നിങ്ങൾ എവിടെയെങ്കിലും ഒരു ആക്സിഡന്റ് കണ്ടു, അത് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കള്ളക്കടത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും പിടിച്ചുപറയോ എന്തെങ്കിലും ഒരു ഒഫൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പരാതിപ്പെടാൻ ഈ ആപ്ലിക്കേഷൻ വഴി കഴിയുന്നതാണ്. പോലീസുമായി ബന്ധപ്പെടാൻ നിഷ്പ്രയാസം കഴിയുന്ന ഈ ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഞാൻ സൂരജ് ചോലക്കൽ, ഡാഡൂസ് കോർണർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പോലീസ് സ്റ്റേഷന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നതിന് വേണ്ടി നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. പോൽ ആപ്പ് എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി മൊബൈൽ ഫോണിലെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോറിൻ്റെ സെർച്ച് ബോക്സിൽ നമ്മൾ പോൾ ആപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കേരള പോലീസിൻ്റെ ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള പോൾ ആപ്പ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം. അത് ഇൻസ്റ്റാൾ കൊടുക്കുക. 27.93 MB മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷന് വരുന്നുള്ളൂ. ഇപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഓപ്പൺ കൊടുക്കുന്നു. ഓപ്പൺ കൊടുക്കുന്ന സമയത്ത് കേരള പോലീസിന്റെ ലോഗോ ഒക്കെ കാണിക്കുന്നുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. നമുക്കത് മുകളിലുള്ള സ്കിപ്പ് അടിച്ചോ ഇനി അതല്ല നെക്സ്റ്റ് അടിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഗെറ്റ് OTP എന്നുള്ള ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു OTP നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വരും. ആ വന്നിട്ടുള്ള OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വെരിഫൈ OTP എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ലൊക്കേഷൻ ചോദിക്കുന്നുണ്ട്, അതും വൈൽ യൂസിങ് ദ ആപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ കേരള പോലീസിൻ്റെ ഈ ഒരു ആപ്ലിക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള പോലീസ് സ്റ്റേഷൻ്റെ ഡീറ്റെയിലുകളാണ് കാണിക്കുന്നത്. ഇവിടെ കുന്നമംഗലം എന്ന് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ അതിൻ്റെ താഴെയുള്ള ഗെറ്റ് ഡീറ്റെയിൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പോലീസ് സ്റ്റേഷന്റെ എല്ലാ വിവരങ്ങളും ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ വരുന്നതാണ്. അതായത് നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ അഡ്രസ്സും അതേപോലെ തന്നെ അവിടുത്തെ മൊബൈൽ നമ്പർ, ലാൻഡ് ലൈൻ നമ്പർ, ഇമെയിൽ ID ഇത്തരത്തിലുള്ള ഡീറ്റെയിൽ ഫുള്ള് നമുക്ക് കിട്ടുന്നതാണ്. അതെടുത്ത് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അന്വേഷിക്കണമെങ്കിലോ ഇനി എന്തെങ്കിലും കംപ്ലൈൻറ്റ് കൊടുക്കണമെങ്കിലോ ഒക്കെ നമുക്ക് വിളിച്ച് നോക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ മുകളിൽ 4 ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. അതിൽ ഒന്ന് നമ്മളിപ്പോൾ പറഞ്ഞു, നിയറസ്റ്റ് PS. അതിൻ്റെ അടുത്തതായി വരുന്നത് വുമൺ സെല്ലാണ്. വുമൺ സെല്ലിൻ്റെ ഡീറ്റെയിൽ നമുക്ക് കിട്ടുന്നതാണ്. അതേപോലെ ട്രാഫിക് സെൽ ഉണ്ട്. മൂന്നാമതായി ട്രാഫിക് സെല്ലിൻ്റെ ഡീറ്റെയിൽ നമുക്ക് കിട്ടുന്നതാണ്. ഹയർ ഓഫീസുമായി ബന്ധപ്പെടണമെങ്കിൽ 4ാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അവരുടെ ഡീറ്റെയിലും എടുക്കാൻ സാധിക്കുന്നതാണ്. നേരെ പിറകോട്ട് തന്നെ പോകുന്നു. ഏറ്റവും താഴെയായി 4 ഓപ്ഷനുകളും നടുവിൽ ഒരു SOS എന്ന് പറയുന്ന ഒരു ബട്ടണും കാണിക്കുന്നുണ്ട്. ഹോം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു മെനു ആണ്. ഇവിടെ രണ്ടാമതായി കാണുന്ന സർവീസസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷനുകൾ അവർ തരുന്നുണ്ട്. അതായത് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ഇനി സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ സർട്ടിഫിക്കറ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. മൈക്ക് സാങ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് അത് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും FIR ഡോക്യുമെന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ പെട്ടെന്ന് എന്തെങ്കിലും ആക്സിഡന്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ ആക്സിഡന്റിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാം. ഇനി നിങ്ങളുടെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ലോസ്റ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കൊടുക്കാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് പേയ്മെന്റ് മായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പേയ്മെന്റ് ഹിസ്റ്ററി ഇവിടെ ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം നമുക്ക് തുണ സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി നമുക്ക്
ഇപ്പോൾ ബ്ലഡ് സർവീസസ് എന്ന് പറയുന്ന 2 ഓപ്ഷനുകളുണ്ട്. അതിൽ ഒന്ന് നിങ്ങൾക്ക് ബ്ലഡ് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് ബ്ലഡ് സ്വീകരിക്കാനാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യമായി ബ്ലഡിന്റെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ബ്ലഡ് റിക്വസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന്റെ താഴെയായി സിറ്റിസൺ സേഫ്റ്റി സർവീസസ് എന്ന് പറഞ്ഞ് 4 ഓപ്ഷനുകളുണ്ട്. അവിടെ ആദ്യം കാണുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു മെനു ആണ്. അതായത് നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ ട്രാക്ക് മൈ ട്രിപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഇവിടെ നിങ്ങളുടെ ഡ്രൈവറുടെ ഫോട്ടോ ആഡ് ചെയ്യുക, വെഹിക്കിളിന്റെ ഫോട്ടോ ആഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്കുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് 3 ആളുകൾക്ക് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പോലീസ് നിങ്ങളെ ട്രാക്ക് ചെയ്യാനും ഇതുവഴി സാധിക്കുന്നതാണ്. അവിടെ രണ്ടാമത്തെ ഓപ്ഷനായിട്ട് വന്നിട്ടുള്ളത് ലോക്ക്ഡ് ഹൗസ് ഇൻഫോർമേഷൻ ആണ്. അതായത് നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടുകൾ സംരക്ഷിക്കാൻ വേണ്ടി പോലീസിനെ അറിയിക്കാൻ സാധിക്കുന്നതാണ്. അതായത് അത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സ്ഥലവും കാര്യങ്ങളും ഒക്കെ അതിൽ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലീസ് പെട്രോളിങ്ങിനൊക്കെ വരുന്ന സമയത്ത് നിങ്ങളുടെ വീട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ്. അതിൻ്റെ അടുത്ത 2 ഓപ്ഷൻ വന്നിട്ടുള്ളത് സീനിയർ സിറ്റിസൺ ഇൻഫോർമേഷനും സിംഗിൾ വുമൺ ലിവിങ് എലോണും ആണ്. അതായത് വൃദ്ധയായ സ്ത്രീകളും അല്ലെങ്കിൽ വൃദ്ധയായ പുരുഷന്മാരും ഉണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിലുകൾ നിങ്ങൾക്ക് പോലീസിനെ അറിയിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളും ഇവിടെ പോലീസുമായി അറിയിക്കാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യണം, എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ഒരു ഒഫൻസ് കണ്ടിട്ടുണ്ട്, നിങ്ങൾക്ക് വീഡിയോ സഹിതം ഇവിടെ പോലീസുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നതാണ് ആദ്യത്തെ ഓപ്ഷൻ വഴി. അതേപോലെ തന്നെ നിങ്ങൾക്ക് അബാൻഡഡ് ആയിട്ടുള്ള ആളുകളുമായി ബന്ധപ്പെടുത്തി ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അത് റിപ്പോർട്ട് ചെയ്യാം. അതേപോലെ തന്നെ സൈബർ എന്തെങ്കിലും ആക്രമണങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും ഫ്രോഡ് തരങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെടുത്തി മെസ്സേജുകളോ കോളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സൈബർ കുറ്റവാളികളെ പോലീസിനെ അറിയിക്കാൻ സാധിക്കുന്നതാണ്. റിപ്പോർട്ട് ടു എസ് എന്ന് പറയുന്ന ആ ഭാഗത്ത് ഏറ്റവും അവസാനം വരുന്നത് ഷെയർ ഇൻഫോർമേഷൻ അനോണിമസ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അവിടെ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും പോലീസുമായി ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ പരാതി കൊടുക്കാനോ സാധിക്കുന്നതാണ്. ഇത് എപ്പോഴും രഹസ്യമാക്കി വെക്കുന്നതാണ്. നിങ്ങളാണ് കൊടുത്തത് എന്ന് അവർ ആരോടും പറയുന്നതല്ല. അതിനുള്ള ഓപ്ഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. പേഴ്സണൽ സർവീസസ് എന്ന് പറഞ്ഞ് 4 ഓപ്ഷനുകൾ വരുന്നുണ്ട്. അപ്പോയിന്റ്മെന്റ് വിത്ത് SHOയുമായി നിങ്ങൾക്ക് നേരിട്ട് അപ്പോയിന്റ്മെന്റ് ഇവിടെ എടുക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ അതിന്റെ അടുത്ത ഓപ്ഷൻ ആയിട്ടുള്ള സെർച്ച് പോലീസ് സ്റ്റേഷൻ. കേരളത്തിലുള്ള ഏതൊരു പോലീസ് സ്റ്റേഷന്റെ ഡീറ്റെയിൽസുകളും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അറിയാൻ സാധിക്കുന്നതാണ്. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാ പോലീസ് സ്റ്റേഷന്റെ വിവരങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ കുന്നമംഗലം പോലീസ് സ്റ്റേഷനെ കുറിച്ചാണ് അറിയേണ്ടതെങ്കിൽ ഇവിടെ സെർച്ച് ബോക്സിൽ നിങ്ങൾ കുന്നമംഗലം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അവിടെ കുന്നമംഗലം പോലീസ് സ്റ്റേഷൻ വരുന്നതാണ്. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നതാണ്. അങ്ങനെ കേരളത്തിലുള്ള ഏത് പോലീസ് സ്റ്റേഷന്റെ ഡീറ്റെയിലും നിങ്ങൾക്ക് ഇവിടെ എടുക്കാൻ സാധിക്കും. പിന്നെ നിങ്ങൾ എവിടെയെങ്കിലും കുടുങ്ങി പോയിട്ടുണ്ടെങ്കിൽ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷന്റെ ഡീറ്റെയിൽ കിട്ടുന്നതാണ്. ഇനി അതിന്റെ സിറ്റി പോലീസ് സ്റ്റേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും അവസാനമുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇൻഫോർമേഷൻ സർവീസസിൽ ഇന്റർനെറ്റ് ടിപ്സിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. സൈബർ സെക്യൂരിറ്റി ഇൻഫോർമേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. അടുത്തതായി ടൂറിസ്റ്റ് ഗൈഡാണ്. നിങ്ങൾക്ക് പോവേണ്ട സ്ഥലങ്ങളെ കുറിച്ചിട്ടുള്ള ഗൈഡ് ഇവിടെ കിട്ടുന്നതാണ്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സ്ഥലങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. സ്ക്രോൾ ചെയ്താൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഹിൽസുകൾ ഏതൊക്കെ എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. അത്തരത്തിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ വാട്ടർഫോൾസ് ആണെങ്കിൽ അതൊക്കെ നമുക്ക് ഇവിടെ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. അതിൻ്റെ എല്ലാം യൂസർ മാനുവൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവയർനെസ് ക്ലാസസിനെ കുറിച്ചിട്ടുള്ള അറിവാണ് ഇവിടെ 4ാമതായി കാണിച്ചിട്ടുള്ള മെനു. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച്, പോലീസ് സ്റ്റേഷനെ കുറിച്ച് റേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ സോഷ്യൽ മീഡിയ, ഗവൺമെന്റ് ഓഫ് കേരള, കേരള പോലീസ്, സിറ്റിസൺ സർവീസസ്, തുണ, സൈബർ ഡോം എന്ന് പറയുന്ന ഗവൺമെന്റ് വെബ്സൈറ്റിന്റെ ലിങ്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡയറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്നും ആ ഒരു ആപ്ലിക്കേഷനിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്. ഏറ്റവും താഴെ SOS എന്ന് പറയുന്ന ഒരു മെസ്സേജ് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ GPS ഓൺ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ലൊക്കേഷനും ഒരു 15 സെക്കൻഡ് ഓഡിയോയും വീഡിയോയും അടങ്ങുന്ന ഒരു മെസ്സേജ് നിങ്ങളുടെ സ്റ്റേഷനിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് സെൻഡ് ആവുന്നതാണ്. അതേപോലെ താഴെ നിങ്ങൾക്ക് എമർജൻസി നമ്പേഴ്സ് ഒക്കെ കാണിക്കുന്നുണ്ടാകും. അത് ആവശ്യമുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ സാധിക്കുന്നതാണ്.
താഴെ കോണ്ടാക്ട്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പോലീസുമായി ബന്ധപ്പെട്ട എല്ലാ കോണ്ടാക്ട്സുകളും ഇവിടെ ലഭിക്കുന്നതാണ്. ഇനി അതിൻ്റെ അടുത്തായി ഹെൽപ്പ് ലൈൻ ഉണ്ട്. ഹെൽപ്പ് ലൈൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട എല്ലാ നമ്പറുകളും കിട്ടുന്നതാണ്. എമർജൻസി വേണമെങ്കിൽ എമർജൻസിയിലേക്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. ഏറ്റവും അവസാനത്തെ മോർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങളുടെ പ്രൊഫൈലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഈ ആപ്ലിക്കേഷൻ്റെ പ്രൊഫൈലിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ടാകും. ഇതിനി നിങ്ങൾക്ക് മലയാളം ലാംഗ്വേജിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇത് മലയാളത്തിലേക്ക് മാറ്റാനും സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാ വിവരങ്ങളും നമുക്ക് മലയാളത്തിൽ തന്നെ കിട്ടുന്നതാണ്. ഞാനിവിടെ ഇംഗ്ലീഷിൽ തന്നെ ആക്കുകയാണ്. ഓക്കെ, ഇത്തരത്തിൽ വളരെ നിഷ്പ്രയാസം തന്നെ നമുക്ക് പോലീസുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിലുകളും ഈ ഒരു ഒറ്റ ആപ്ലിക്കേഷൻ വഴി ലഭിക്കുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളാണ് നമ്മുടെ ചാനലിൽ വരുന്നത്. ഇനിയും ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇത്തരത്തിലുള്ള നല്ല ഒരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.